സർ, CPM-ലെ വിഭാഗീയതയേക്കാൾ രൂക്ഷമായ രീതിയിൽ വിഭാഗീയത CPI-ൽ ഇപ്പോൾ ഉണ്ടോ? കുറച്ചു കാലമായിട്ട് CPI-ക്കകത്ത് തർക്കങ്ങളുണ്ട് എന്ന് പുറത്ത് വാർത്തകൾ വരുന്നുണ്ട്. ആശയപരമായിട്ട് അല്ലാതെ, ആശയപരമായിട്ട് എന്ത് തർക്കം മുഴുവൻ അധികാരത്തെ സംബന്ധിച്ചിടത്തോളമാണ്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് CPI-യുടെ മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. രാജുവിൻ്റെ മരണവും അതിനുശേഷം പല നേതാക്കളും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ CPI-ക്കകത്ത് നിലനിൽക്കുന്ന വിഭാഗീയതയെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പുറത്തു വരുത്തിയത്. അപ്പം അന്ന് P. രാജുവിൻ്റെ കുടുംബം പറഞ്ഞത് P. രാജുവിനെതിരെ സംസാരിക്കുകയും വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്തതായിട്ടുള്ള നേതാക്കന്മാർ വീട്ടിൽ കയറിയിരുന്നാണ് അവർ. അദ്ദേഹത്തിൻ്റെ മരണാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവരെ ബന്ധപ്പെടുത്താനായിട്ട് അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതൊക്കെ ആണ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പുറത്തു വരികയും അത് വിഭാഗീയതയുടെ പ്രതിഫലനമായിട്ട് വിലയിരുത്തപ്പെടുകയൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ടൊക്കെ അതിങ്ങനെ ശാന്തമായി നിൽക്കുന്ന സമയത്താണ് ഇന്നലെ പത്രങ്ങളിൽ വലിയ വാർത്ത കടന്നു വന്നു. ആ വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ CPI-യുടെ സമ്മേളന കാലമാണ്. ആ സമ്മേളനം നടക്കുന്ന കാലത്ത് പല സ്ഥലത്തും വിഭാഗീയ പ്രവർത്തനം നടക്കുകയും പല ആളുകളെയും പുറത്താക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെ തുടർന്ന് അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പാർട്ടികളിൽ എപ്പോഴും സാധാരണ നടക്കും. പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ചർച്ച നിലവിലുള്ള പാർട്ടിയുടെ സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയായിട്ടുള്ള വർത്തമാനമായിട്ടുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ പൊതുവെ സൂചിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ബിനോയ് വിശ്വത്തെ മാറ്റാൻ CPI-ക്കകത്ത് ബിനോയ് വിശ്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ തന്നെ ശ്രമിക്കുന്നതാണ്. സ്വന്തം പാളയത്തിൽ പട എന്നതാണ് വാർത്ത. അതിനൊപ്പം നിൽക്കുന്നവർ അങ്ങനെയാണ് അത് വരുന്നത്. അതായത് ബിനോയ് വിശ്വത്തിൻ്റെ അനുകൂലികളും അനുയായികളും അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തെ എതിർക്കുന്നു എന്ന് വരുന്ന തരത്തിലുള്ള വാർത്തയാണ്. പറവൂർ എറണാകുളം ജില്ല തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറിയത്. എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അറിയില്ല. എന്തായാലും ഈ വാർത്ത വരുന്നത് പറവൂരിലെ 2 പ്രമുഖരായിട്ടുള്ള നേതാക്കൾ തമ്മിൽ കാറിൽ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് അത് ചോർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അവർക്ക് അബദ്ധം പറ്റിയത് വഴി ആ ശബ്ദരേഖ പുറത്തു വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കമലാസദാനന്ദനാണ് ഒരാൾ, രണ്ടാമത്തേത് ദിനകരനാണ്. രണ്ടുപേരും പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കളാണ്. ഉന്നതരായ നേതാക്കളാണ്. ഒരുപാട് കാലമായിട്ട് അവരങ്ങനെ നിൽക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ ഈ പാർട്ടിക്കകത്ത് ഉണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും ഇവർ തന്നെ അതിന് നേതൃത്വം വഹിക്കും എന്ന് പാർട്ടിക്കകത്ത് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നില്ല അവർ അംഗീകരിക്കാൻ തയ്യാറാണെന്ന്. പക്ഷെ ഉണ്ടാകാം. കാരണം പാർട്ടിയുടെ എല്ലാ CPM-ൻ്റെ ആയാലും CPI-യുടെ ഒക്കെ കഴിഞ്ഞാലും അകത്ത് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ആ തർക്കങ്ങൾ പലതരത്തിലും പുറത്തു വരും. പ്രത്യേക സമ്മേളന കാലത്താണ്. കാരണം സമ്മേളന കാലത്താണ് ഇത് നല്ല രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന കാലം. അതാണ് സമ്മേളനത്തിലാണ് പ്രതിഫലിക്കുന്നത്. ആരാണ് അധികാരത്തിലേക്ക് വരേണ്ടതെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ സമ്മേളനങ്ങളാണ്. അപ്പോൾ സമ്മേളനങ്ങളിൽ പലപ്പോഴും വിഭാഗീയ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കും. ഗ്രൂപ്പുകളായിട്ട് ആളുകൾ തിരിയും. ചിലപ്പോൾ അതുവരെ നിന്നിരുന്ന ഗ്രൂപ്പിൽ നിന്ന് ചാടി വേറെ ഗ്രൂപ്പിലേക്ക് പോകും. അങ്ങനെ സമവാക്യങ്ങൾ മാറുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്ത പ്രസക്തി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. സമവാക്യങ്ങളാണ് മാറുന്നത്. ആ സമവാക്യങ്ങൾ മാറുമെന്ന് വെച്ചാൽ ചേരുവകൾ മാറുകയാണ് ചെയ്യുന്നത്. ആളുകൾ മാറി, ചേരി മാറി, അങ്ങനെ പല രീതിയിലുള്ള പരിണാമങ്ങൾ നമ്മൾ കാണുന്നു. ഇപ്പോൾ കോൺഗ്രസ്സിൽ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. CPM-ൽ വളരെ രൂക്ഷമായിട്ട് അതൊരു പ്രത്യേക കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിൽ മാറിയിരുന്നു എന്നുള്ളതാണ്. VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള ഗ്രൂപ്പ് യുദ്ധം എന്ന് പറയുന്നത് എത്രയോ ശക്തമായി. അങ്ങനെ ഒരു ശക്തി ഉള്ള ഗ്രൂപ്പ് യുദ്ധം CPI-ക്ക് ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. സാർ, അതെ സാർ. അപ്പോൾ ഇതിനകത്ത് അല്ല, അതിൻ്റെ കാരണം എന്താ? അതിന് കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് അത്രമാത്രം ഒന്നും ഉള്ള വലിപ്പം ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ ഒരു സംശയം, സാറ് പറയുന്നത് ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ഒരു സെക്രട്ടറി എന്ന രീതിയിൽ ബിനോയ് വിശ്വം പരാജയമാണ് എന്നുള്ളതാണോ? അല്ല, സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ആ പാർട്ടിക്കകത്തുണ്ടാകും. എല്ലാ പാർട്ടിയിലുണ്ട്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലൈൻ എന്താണ്? പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് അധികാരം കൂടുതൽ കിട്ടണം എന്നുള്ളത് തന്നെയാണ്. അതാണ് പാർട്ടി ഭരണത്തിലായാലും ഇല്ലെങ്കിലും. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അത് നടക്കാതെ വരുന്ന സമയത്താണ് ഇയാൾ പോരാ എന്നുള്ള വർത്തമാനത്തിന് പ്രസക്തി ഉണ്ടായിത്തീരുന്നത്. പ്രത്യേകിച്ച് പലപ്പോഴും CPI എന്ന് പറയുന്നത് അതിൻ്റെ അസ്തിത്വം കേരളത്തിൽ ഉറപ്പിക്കുന്നത് CPM-നെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്താണ്. തീർച്ചയായിട്ടും CPM-നെതിരെ യുദ്ധം ചെയ്യാന്ന് വെച്ചാൽ CPM അല്ല ശരി, CPM-ന്റെ ഇടതുപക്ഷം പോരാ, ഞങ്ങളാണ് അതിനേക്കാൾ നല്ല ഇടതുപക്ഷം എന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും സംഭവിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഭാരതാംബയുടെ ഭാരതാംബയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ CPM-നെ കടത്തിവെട്ടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് CPI ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് CPIക്ക് എപ്പോഴും കേരളത്തിൽ വാർത്ത പ്രാധാന്യം വരാറുള്ളൂ, ഒരു ഹൈപ്പ് വരാറുള്ളൂ. ഇത് മാത്രമല്ല, ഇതിക്ക് മുമ്പ് അങ്ങനെയാണ്. കായൻ രാജേന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്ത്, വെളിയം ഭാർഗവനുണ്ടായ സമയത്തൊക്കെ അവർ ഈ CPM-ൻ്റെ പല പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യുന്ന തിരുത്തൽ ശക്തികളാണ് എന്ന സെൻസ് പൊതുവെ രാഷ്ട്രീയത്തിലേക്ക് പ്രസരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് CPIയിലെ പ്രത്യേകിച്ച് യുവാക്കൾ, അതേപോലെ തന്നെ CPIക്ക് അകത്ത് യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള അതിൻ്റെ അണികൾ അവരൊക്കെ ആവേശഭരിതരായി തീരുന്നു. എന്നുവെച്ചാൽ CPM-നെ നിങ്ങൾ എത്ര അടിക്കുന്നു അത്രയും ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം അണികൾ അതിൻ്റെ അകത്തുണ്ട്. അത് കേരളത്തിൽ അതിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. അതാണ് പ്രശ്നം. അതിപ്പോൾ ഭരണത്തിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ ഉള്ള സെറ്റപ്പാണ്. ഭരണത്തിലില്ലെങ്കിൽ പിന്നെ ഇവർ CPM-നെ എതിരെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. കാരണം അതിനൊരു പ്രസക്തിയില്ല. ഇത് ഭരണത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് വീഴ്ചകൾ CPM-ൻ്റെ ഭാഗത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഒരുപാട് വീഴ്ചകൾ വരും. ആ വീഴ്ചകളൊക്കെ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും, അതിനെ എതിർക്കാനായിട്ട് കഴിയും. CPM-ൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ചങ്ങാത്ത മുതലാളിത്തമാണ് എന്നൊക്കെ അവർക്ക് വ്യാഖ്യാനിക്കാനും പല കാര്യങ്ങളിൽ അവർക്ക് നിലപാടെടുക്കാനൊക്കെ കഴിയും. ഈ നിലപാടുകളൊക്കെ പലപ്പോഴും ആവേശഭരിതമായിട്ട് അണികൾ സ്വീകരിക്കും, മറ്റ് പാർട്ടികളിലുള്ള ആൾക്കാരും പൊതുസമൂഹമൊക്കെ സ്വീകരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. ആ പ്രശ്നത്തിൽ ബിനോയ് വിശ്വം എന്താണ് ചെയ്യുന്നത്? ബിനോയ് വിശ്വം ഇവരുടെ ഈ പറയുന്ന തരത്തിലുള്ള തീവ്രമായിട്ടുള്ള വികാരങ്ങളെ പ്രകടമാക്കുന്ന ഒരു കത്തിജ്വലിക്കുന്നതായിട്ടുള്ള നേതാവാണെന്ന് ചോദിച്ചാൽ അല്ല. അദ്ദേഹം വളരെ ശാന്തനായിട്ട് പല കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ ശാന്തരും അതേപോലെ തന്നെ നിഷ്പക്ഷരും എന്നൊക്കെ തോന്നുന്നതായിട്ടുള്ള നേതാക്കളിലേക്കുള്ള ആകർഷണം കുറവായിരിക്കും. അവരെക്കുറിച്ച് നല്ലത് പറയും പല ആളുകളും, പക്ഷേ ബഹുഭൂരിപക്ഷ ആളുകൾക്കും അതല്ല ആവശ്യം. ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ ഓരോ പാർട്ടിക്ക് വേണ്ടി വരുന്ന ആളുകൾ അവരവിടെ ഇരുന്ന് പറയുന്ന വിഡ്ഢിത്തരം നമ്മൾ വ്യക്തിപരമായിട്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അണികൾ ചീത്ത വിളിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അണികളെ ആവേശഭരിതരാക്കാൻ വേണ്ടി ചില പൊടിക്കൈകളൊക്കെ ചെയ്താൽ മാത്രമാണ് ആ നേതാക്കൾ നല്ലതാണ് എന്ന വർത്തമാനം അണികളിൽ നിന്ന് സാധാരണ രീതിയിൽ ഉണ്ടാകാറുള്ളൂ എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കുക. ബിനോയ് വിശ്വം വളരെ ശാന്തനാണ്. ശാന്തമായി എല്ലാ കാര്യങ്ങളും സമചിത്തതയോട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ അണികളുടെ ആവേശക്കടലായി മാറേണ്ടതായിട്ടുള്ള അണികളുടെ ആകർഷണീയതയിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള സംഭാഷണത്തിന് കാരണമായിത്തീരും. സാർ, എനിക്ക് എൻ്റെ സംശയം, സാർ ഇപ്പോൾ സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഈ ആർലേക്കറുടെ ഓഫീസിൽ ഇത്തരത്തിൽ ഒരു ചിത്രം വെച്ചതാണ്. സാർ, ഒരു ഭരണത്തിലിരിക്കുമ്പോഴേ CPM-നെ വിമർശിക്കാൻ കഴിയുള്ളൂ എന്നും പറഞ്ഞു. ഈ പൂരം കലക്കൽ വിഷയം അത് CPI ഇടപെട്ടാണ്, LDF മുന്നണി യോഗത്തിൽ സംസാരിച്ചിട്ടാണ് ഇത്രയെങ്കിലും ഒരു അനക്കം വന്നത്. കാനം ഇരുന്ന സമയത്ത് കാനം എന്ന സെക്രട്ടറിയും ബിനോയ് വിശ്വം എന്ന സെക്രട്ടറിയും തമ്മിൽ അജഗജ വ്യത്യാസമില്ലേ? സാർ, അതും കൂടെ എനിക്കൊരു മറുപടി തരണം. 3, ഒരു ഭരണത്തിൽ വലിയേട്ടനെ വിമർശിക്കാൻ ചെറിയേട്ടൻ, അതായത് ആ LDF-നകത്തെ ഒരു മുഖ്യ കക്ഷിയാണ് CPI ആ കാര്യത്തിൽ പരാജയമല്ലേ? അല്ല, CPI വലിയേട്ടനായിട്ട് CPM-നെ കാണുകയും വലിയേട്ടനെ വലിച്ചു കയറാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPI-യുടെ അണികൾക്ക് വലിയ ആവേശം ഉണ്ടാകും. അങ്ങനെ ആവേശം ഉണ്ടാകുന്നത് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. സമയത്തോടുകൂടി കാര്യങ്ങളൊക്കെ നോക്കിക്കാണാൻ കഴിയുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു നല്ല വശമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ആർലേക്കർ എന്താ ചെയ്യുന്നത്? ആർലേക്കർ ഗവർണർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നതിന് പകരം RSSൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചു എന്നുള്ളതല്ല പ്രശ്നം. ഭാരതാംബയുടെ ചിത്രത്തിലെ കൊടി എന്ന് പറയുന്നത് കാവിക്കൊടിയായി മാറുമ്പോഴാണുള്ള പ്രശ്നം. അതല്ലാണ്ട് അത് ഭാരതമാതാവിൻ്റെ ചിത്രമായിട്ട് മാറുകയും കയ്യിലേന്തിയ കൊടി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ കൊടി ത്രിവർണ്ണ പതാകയായിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾക്ക് പ്രസക്തിയില്ല, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആർക്കും ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് അദ്ദേഹം നിന്നു എന്നുള്ളതാണ്. അവിടെ ഒക്കെ CPI ഇടപെടുമ്പോൾ
CPI കുക്കയുടെ ശബ്ദത്തിന് കുറച്ച് എന്താണ് ഹൈലൈറ്റ് CPM ശബ്ദം പുറത്ത് കേട്ടില്ല. CPM അതിനകത്ത് ഇടപെട്ടില്ല. CPM ഇടപെട്ടതേ ഇല്ല. മുഖ്യമന്ത്രി ഇതുവരെ ഒരു വ്യക്തമായ മറുപടി പറഞ്ഞു. അതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ അകത്ത് ഒക്കെ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ബിനോയ് വിശ്വത്തെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ നേതാവായിട്ട് നിലനിർത്തുന്നതിന് ശബ്ദമില്ലാത്ത ആവശ്യമുള്ളൊരു കാര്യം. അല്ല സാർ, ശബ്ദമില്ലാത്ത സെക്രട്ടറി അങ്ങനെ പറയാൻ പറ്റില്ലേ. അത്യാവശ്യത്തിന് വേണ്ട ശബ്ദങ്ങൾ അദ്ദേഹം എടുക്കുന്നത്, പക്ഷേ അണികൾക്കത് പോരാ. അതാണ് പ്രശ്നം.